സോ ഗായ്സ്, ഇന്ന് സ്പെഷ്യലുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം പീരീഡ്സായി. സോ ഞങ്ങൾ പോയതിൻ്റെ വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഫസ്റ്റ് നാട്ടിലോട്ടാണ് ചെന്നത്. അവിടുന്ന് നേരെ ദേവി ചേച്ചിനെ കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തിട്ട് നേരെ ദേവി ചേച്ചിനെ കാണാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ദേവി ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. സോ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആ ചേച്ചി. അപ്പം ഞങ്ങൾ ദേവി ചേച്ചീൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. സോ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ദേവി ചേച്ചീൻ്റെ വീട്ടിലെത്തിയ കാഴ്ചയാണ്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിയിട്ട് ബ്രൗണിയൊക്കെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടു കേട്ടോ. പിന്നെ ബ്രൗണി അവർ തന്നു, അത് വാങ്ങിച്ചു. ഞാനിപ്പോൾ അവിടെ നോക്കിയെന്താ വെച്ചാൽ ചിപ്പു അവിടെ എന്താ ആവശ്യത്തിന് അവിടെ നിൽക്കുകയാണ്. എനിക്കറിയില്ല എന്നിട്ട് ഞാൻ അന്ന് എന്താ ആവശ്യത്തിന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച് അതൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പൂവിൻ്റെ വീട്ടിൽ പോകും. അതിൻ്റെ ഇടയ്ക്ക് ചിപ്പൂരിൻ്റെ ബാഗിൽ കിടന്ന മിഠായിയാണ് മറ്റേ വേഫറിൻ്റെ എന്തോ ഹണി ഫ്ലേവർ. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഞാൻ കഴിച്ചു. ഇപ്പം ഞാൻ ഓടിപ്പോകുന്നത് എന്തിനാണെന്നറിയോ? ഡോണേനെ കാണാനായിട്ടോ. ഡോണയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മാമ പോയി. ഫുഡ് കൊടുത്ത് ഞങ്ങളവിടെ ഇങ്ങനെ ഗിലിന്നൊക്കെ ആക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മാമ ഫുഡ് കൊടുത്തിട്ട് പ്ലേറ്റ് കഴുകാൻ പോയതാണ് കേട്ടോ. സോ ഗൈസ്, നമുക്ക് പൂജിതേൻ്റെ വീട്ടിൽ പോകാം. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മമ്മിയും പപ്പയും ബാക്കിയുള്ളവരൊക്കെ മറ്റേ ഈ കാറിലാണ് പോകുന്നത്. ഞാനും മാമും ചിപ്പും കൂടെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് അഡ്വഞ്ചർ ആവാമല്ലോ. അപ്പോൾ ആ ഒരു കയറ്റം കയറി വന്നതിൻ്റെ എക്സ്പ്രഷൻ ഇത്രയും നേരം എൻ്റെ മുഖത്ത് കണ്ടു കേട്ടോ. പിന്നെ ഞാനുദ്ദേശിച്ച ഈ അഡ്വഞ്ചറിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഒരു കുലുക്കമുണ്ട് കേട്ടോ. എൻ്റെ ജസ്റ്റ് ഒന്ന് കുലുക്കിയിരിക്കുന്നൊരു വഴിയായിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ചെടി നോക്കാനായിട്ടൊന്ന് ജസ്റ്റ് കയറി, വാങ്ങിച്ചില്ല, ജസ്റ്റ് നോക്കിയത് കേട്ടോ. അതൊന്ന് കയറി എല്ലാവരും ഒന്ന് നോക്കി. മമ്മിക്ക് ഇടയ്ക്ക് ഫ്രൂട്ട്സ് വേണം. അപ്പം ശബരിമലയ്ക്ക് പപ്പ പോകണ്ട ആ ടൈമിൽ വേണം. ഗൈസ്, ഇവിടെ ബഡാണ് കേട്ടോ ഫുള്ള്. നാരങ്ങ, ഇത് പ്ലാവല്ലല്ലോ, ഇത് പ്ലാവ്, ഇത് മാവ്. ഫൈനലി ഗൈസ്, ഞങ്ങൾ പോയത് എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ടുള്ള ആളുടെ എക്സ്പ്രഷൻ ആയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞങ്ങൾ പിന്നെ റീലെടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾ വന്നാണ് കേട്ടോ. റീലെടുത്തു വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നിട്ട് ഇറങ്ങിയിട്ടോ. ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്ത് കാണിച്ചാൽ വീഡിയോ എടുത്തത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ആംഗിളിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. മിക്കവാറും ഞാൻ അത് വീഡിയോ എടുക്കണമെന്ന് പോലും ഓർത്ത് കാണില്ല. കാരണം അവരായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളതങ്ങനെ ഓർക്കില്ല പെട്ടെന്ന് വ്ളോഗാണെന്ന്. ഞാൻ ഇങ്ങനെ ഇട്ട് കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഒരുമാതിരി ഷെയ്ക്ക് അടിച്ച മാതിരിയാണ് വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് ആലുവയിലോട്ട് തന്നെ തിരിച്ച് വന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. പിന്നെ കാണാം. ബൈ.